ടി പി അഷ്റഫ് അലി, നേരത്തെ BJP പ്രതിനിധിയും CPM പ്രതിനിധിയും പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ജനപ്രതിനിധികൾക്കോ മറ്റ് ഏതെങ്കിലും വ്യക്തികൾക്കോ തെരഞ്ഞെടുപ്പ് കാലത്ത് സവിശേഷമായ ഒരു ഇമ്മ്യൂണിറ്റിയും ഇല്ല എന്നിരിക്കെയാണ് ഈ പറയുന്നൊരു രാഷ്ട്രീയ നാടകം എന്നതിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഇവിടെ എനിക്കറിയേണ്ട ഒരു കാര്യം, ബാക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ അടക്കം പരിശോധിച്ചൊരു രാജ്യമാണിത്. അവിടെയൊന്നും ഈ രീതിയിൽ വലിയ പ്രതിഷേധമോ രാഹുൽ ഗാന്ധി വന്നിട്ട് അത് പരിശോധിക്കരുതെന്ന് പറയുകയോ സർവീസിൽ പാരിതോഷികങ്ങൾ നൽകാമോ എന്ന് തുടങ്ങിയ ഭീഷണികളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് മറന്നുകൊണ്ടൊരു പ്രതിഷേധമാണോ അവിടെ നമ്മൾ കണ്ടത്? കാരണം അത് കൊടുക്കുന്നൊരു തെറ്റായ മെസ്സേജ് ആയിരിക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതൊരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെയും പരിശോധനയ്ക്ക് നമ്മൾ വിധേയരാകാൻ ബാധ്യതപ്പെട്ടവരാണ് എന്നൊരു രാഷ്ട്രീയ മെസ്സേജ് കൊടുക്കേണ്ടവരല്ലേ ഈ രാഷ്ട്രീയ നേതൃത്വം? ഞാനതിലേക്ക് വരാം. നേരത്തെ അനിൽകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അദ്ദേഹം ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ വളരെ അധിക്ഷേപകരമായ രീതിയിൽ ഇവിടെ സംസാരിക്കുകയുണ്ടായി. വടകരയിലും പാലക്കാടുമേറ്റ പരാജയത്തിൻ്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് അവരൊന്നും മുക്തി നേടിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ കേൾക്കുമ്പോൾ വരുന്നത്. ഇവിടെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും കേരളത്തിലെ സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാക്കന്മാരിൽ പ്രമുഖരാണവർ. അവരുടെ പ്രവർത്തികളിലൊക്കെ വിരളി പൂണ്ട് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് അവരെ അടച്ചാക്ഷേപിച്ച് പറയുന്ന രീതിയൊന്നും ശരിയല്ല എന്നേ അദ്ദേഹത്തോട് പറയാനുള്ളൂ. വടകരയിൽ നിങ്ങൾ അത്ഭുതകരമായി നിങ്ങൾ ആ പരാജയത്തെ ഇപ്പോഴും ഉൾക്കൊള്ളാതിരിക്കുന്നത് പോലെ തന്നെയായിരിക്കും നിലമ്പൂരിൽ നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെയും അത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ വിവാദമുണ്ടാക്കി വോട്ട് നേടേണ്ട ഒരു ആവശ്യമില്ല. നിലമ്പൂരിലെ ജനങ്ങളോട് പിണറായി വിജയൻ വന്ന് പറഞ്ഞത് വികസനത്തിൻ്റെ കഥകളുമല്ല. ഇവിടെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞിട്ടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടും ഒക്കെ ഇവിടെ യഥാർത്ഥമായ ഈ നാടനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതെ പറഞ്ഞു പോയത് മുഖ്യമന്ത്രിയാണ്. നിലമ്പൂരിലെ ബൈപ്പാസിനെ കുറിച്ച് ഇതുവരെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. നിലമ്പൂരിലൂടെ കടന്നു പോകുന്ന നാടുകാണി പരപ്പനങ്ങാടി പാതയെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. 9 വർഷമായി സ്ഥലം പോലും ഏറ്റെടുക്കാത്ത നിലമ്പൂർ ഗവൺമെൻറ് കോളേജിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ജനങ്ങൾ നൽകിയ സ്ഥലം പോലും ഏറ്റെടുത്ത് പോലീസിന് സ്റ്റേഷന് കെട്ടിടമുണ്ടാക്കാത്ത എടക്കര പോലീസ് സ്റ്റേഷനെ കുറിച്ച് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ നിൽക്കുന്ന പ്രേതാലയം പോലെ നിൽക്കുന്ന KSRTC ബസ് ടെർമിനലിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് വികസനം എന്താണ് എന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക്, അനുഭവിച്ച ജനങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാദമാക്കി വോട്ട് നേടേണ്ട കാര്യമില്ല. ഈ നാടിൻ്റെ ദുസ്സഹമായ ജീവിത സാഹചര്യം, ഇവിടെ വിലക്കയറ്റവും ഇവിടെ ടാക്സ് വർദ്ധിപ്പിക്കലും ഇവിടെ ഇലക്ട്രിസിറ്റി വർദ്ധിപ്പിക്കലും ഇവിടെ പെൻഷൻ യഥാർത്ഥ വിതരണം ചെയ്യാത്തതും ഇവിടുത്തെ ആശുപത്രികളിൽ മരുന്നില്ലാത്തതും ഉൾപ്പെടെ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇവിടെ വോട്ടായി മാറും. ഇവിടെ UDF വിജയിക്കുന്ന നേരത്തെ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങളുടെ ഈ ഇന്നലെ ഉണ്ടായ വിഷയത്തിലെ ഞങ്ങളുടെ ആവശ്യവും പെട്ടി ശരിക്ക് പരിശോധിക്കണം എന്നുള്ളതാണ്. പരിശോധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ ഉന്നയിച്ച കോസിൻ്റെ മെറിറ്റ് കാണാതെയാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതാവുന്നത്? അദ്ദേഹം അത് യഥാർത്ഥത്തിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാത്തതോട് കാരണം വരുത്താൻ വേണ്ടിയാണ്. അതായത് ഉദ്യോഗസ്ഥൻ ഡിക്കി തുറക്കുന്നു, പെട്ടി കാണുന്നു, ആ പെട്ടി കാണുന്ന സമയത്ത് അത് തുറന്നു പരിശോധിക്കാനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും അവിടെ അദ്ദേഹം പെട്ടി പുറത്തേക്ക് എടുക്കാൻ പറയുകയാണ്. ഷാഫി പറമ്പിൽ MP അദ്ദേഹത്തിന്റെ പെട്ടികൾ എടുത്ത് താഴെ വെച്ചു കൊടുക്കുന്നു, എന്നിട്ട് അദ്ദേഹം പരിശോധിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹത്തോട് പരിശോധിക്കണം എന്ന് പറയുന്നത്. ഇവിടെ ഗോപാലകൃഷ്ണ മറ്റുള്ളവർക്ക് ഉണ്ടായ പോലെ അനുഭവം അല്ല ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവം ഒരു MP-ക്കോ ഒരു മന്ത്രിക്കോ ഒരു സാധാരണക്കാരനോ നിലമ്പൂരിലോ മറ്റു തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ തെരഞ്ഞെടുപ്പിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല. Debate with Dr. Arun Kumar.